ഓണ്ടർപ്രണർഷിപ്പ് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്നൊരു സ്റ്റേക്ക് ഹോൾഡർ പെർസ്പെക്റ്റീവും മറ്റൊന്ന് ഒരു ഷെയർ ഹോൾഡർ പെർസ്പെക്റ്റീവും. ഷെയർ ഹോൾഡർ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാനും എന്റെ കുട്ടികളും തട്ടാനോ എന്ന രൂപത്തിൽ ഞാൻ മാത്രം തടിച്ചു കൊഴുക്കുന്ന രീതിയാണ് ഷെയർ ഹോൾഡർ പെർസ്പെക്റ്റീവ്. സ്റ്റേക്ക് ഹോൾഡർ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ കൂടെയുള്ളവരെയും എല്ലാവരെയും കൂടെ നിർത്തുന്ന, ഞാനൊരു ബില്യണർ ആവുമ്പോൾ എന്റെ കോർ ടീമിനെ, അപ്പോൾ നമ്മുടെ സാറ് പറയുന്ന പോലെ കോർ ടീമിനെ മില്യണേഴ്സ് ആക്കി മാറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ബിസിനസ്മാൻ, ഒരു ഓണ്ടർപ്രണറായി മാറുക എന്നുള്ളതാണ്. നാസിഫ് ചെയ്തതും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ടീം, ഐദർ സാർ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ടീമും ഒരു 5% സ്റ്റേക്ക് അവരുടെ കൂടെ നിന്ന് എംപ്ലോയീസിന് നൽകി അവരെ കൂട്ടിപ്പിടിക്കുക എന്ന് ചെയ്യുന്നത് ഒരു വലിയ മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരേണ്ടതുണ്ട്. അതിനൊക്കെ പുറമെ ഈ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിൽ നമ്മൾ നൽകുന്ന ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് അത് വളരെ വലിയൊരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും. നമുക്കറിയുന്ന പോലെ മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ വളരെയധികം കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള നല്ല രൂപത്തിൽ നല്ല ഒരു നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉള്ളത് കൊണ്ടാണ്. ഈ ഹോസ്പിറ്റലിനും അല്ലെങ്കിൽ ഈ ഒരു ഹയാത്ത് മെഡിക്കൽ കെയർ ക്ലിനിക് സംവിധാനങ്ങൾക്കും സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.